ഓക്കെ. 3-4 ലക്ഷം രൂപ ഇവൻ സ്ട്രീം ചെയ്യുന്നതിൻ്റെ പൈസ എൻ്റെ കയ്യിലാണ് വന്നുകൊണ്ടിരുന്നെന്ന് ഓൻ പറഞ്ഞല്ലോ. അത് കളവാന്ന് ഇപ്പം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ എല്ലാം ഇടുന്നത് സ്ക്രിപ്റ്റ് ഇടുന്നത് ഇതാക്കുമോ? ക്ലിയർ ആയിട്ട് അത് നിങ്ങൾ കേട്ടാന്നല്ലോ 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാന്നല്ലോ അല്ല. എന്നിട്ട് ഇവൻ കാണിക്കുകയും ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവൻ്റെ യൂട്യൂബായിട്ട് കണക്ട് ചെയ്തതിൻ്റെ എന്തോ ഒരു സാധനം പി സിയിൽ ഇവൻ കാണിക്കുകയും ചെയ്തു അല്ലേ? ഇത്ര വരെ ഓക്കെ ആണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവൻ 0 എന്ന് യൂട്യൂബിൽ തുടങ്ങുന്നത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇവന് ഭയങ്കര ഈഗോ ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, ഒരു 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 80K 90K എത്രയാണ് എനിക്ക് ഓർമ്മയില്ല, 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതിൽ എൻ്റെ അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്, അതിൽ എൻ്റെ ആഡ്സെൻസും എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ ഇവന് കൊടുത്തു. ഓക്കെ. ഇവൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു റവന്യൂ ആടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇതൊക്കെ പ്രൂഫ് ഞാൻ ഇപ്പം കാണിക്കും. ഓക്കെ. അത് ഓൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ഓനോട് ലൈവിൽ പറയണം, നിന്റെ യൂട്യൂബ് എടുത്തിട്ട് ആ ഹിസ്റ്ററി കാണിക്കണം, നിന്റെ പേയ്മെന്റ് ഹിസ്റ്ററി കാണിക്കണം. നിങ്ങൾ ചോദിക്കണം ഗൈസ്, നിങ്ങൾ ചോദിക്കണം. അത്രയും പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും എന്നെ കള്ളാണോ വിളിക്കുന്ന ആൾക്കാർ, മനസ്സിലാ? എന്നെ കള്ളാണോ വിളിക്കുന്നത്. ഇവന്റെ നക്കാപ്പിച്ച 30,000 മാസം യൂട്യൂബിൽ നിന്ന് വരുന്ന തീട്ട പൈസക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്തെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ചോദിക്കണം ഗൈസ്, ഇത് നിങ്ങൾ ചോദിക്കണം. ഓക്കെ. ഇതാ കേട്ടോ, ഇവന്റെ യൂട്യൂബ് അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബാങ്ക് അക്കൗണ്ട്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. അതിന്റെ പ്രൂഫ് ഞാൻ കാണിച്ചുതരാം. ഇവന്റെ യൂട്യൂബ് അക്കൗണ്ടിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേയ്മെന്റ് വന്നു എന്നെല്ലാം കാണാൻ പറ്റും. അതിൽ ഇവൻ യൂട്യൂബ് ലൈവ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ സെക്കൻഡ് ചാനലിൽ വന്ന പേയ്മെന്റ് ആയ എത്ര $? കാണിച്ചുതരാം. അതിവൻ കൺവേർട്ട് ചെയ്തു, അത് ഡേറ്റ് കാണിച്ചില്ല. എന്തൊരു പച്ച കള്ളനാലോചിക്കേ. അത്രയും ദേഷ്യമുണ്ട് ഷമീറ. ഇന്നലെ നീ ചെയ്ത കാര്യം ഇല്ലടാ, ഇത് ആരും മൂഞ്ചിയാലും എനിക്കറിയണ്ട. ഇത് മൊത്തം ഞാൻ തുറന്നു കാട്ടും. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പാസ്വേഡ് അടിക്കണം. ഒറ്റ സെക്കൻഡ്. ഇത് സ്ക്രീൻ ഷെയർ ആവേണ്ടതാണ്. ലുക്ക് മീൻസ് മനസ്സിലായില്ല. ലുക്ക് മീൻസ് എന്ത് ലുക്ക് മനസ്സിലായില്ല.